Star Medical Director, Dr. Krishna Reddy Polaklet, sir, to talk about MLA Srimati Uma Thomas Ma'am's road to recovery. First of all, good evening to all of you, and distinguished guests, Collector, Umesh sir. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 29-ാം തീയതി വൈകിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു 2 നില പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് ശ്രീമതി MLA ഉമാ തോമസിനെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് മുതൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾക്ക് 6ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അത് ഞാൻ മുമ്പ് MD മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ മാതിരി ടൈംലി ഇന്റർവെൻഷൻ ഡോക്ടർ കല്യാണി ഷീ ഡിഡ് ദ റൈറ്റ് തിങ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ, ഏർലി ഇൻക്യുബേഷൻ ആദ്യം തന്നെ വെന്റിലേറ്ററിൽ ആക്കിയതാണ് നമ്മുടെ ഫസ്റ്റ് സക്സസ് സ്റ്റോറി. അത് ഫസ്റ്റ് ആ ടൈം വന്ന ഉടനെ തന്നെ ബിഫോർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെന്റിലേഷനിലാക്കിയിട്ടാണ് നമ്മൾ സ്കാനോ എന്തിനെങ്കിലും പ്രൊസീഡ് ചെയ്തത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇൻടാക്ട് ആയിരുന്നു, ആ ഓക്സിജനേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി. അവിടെ നിന്ന് നമ്മളുടെ ജേർണി തുടങ്ങിയതാണ്. അപ്പൊ ആ ഫസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ഡോക്ടർ കല്യാണിക്ക് ഞാൻ എന്തായാലും ഈ അവസരത്തിൽ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. ടൈംലി ആക്ഷൻ. ദെൻ പിന്നെ ഡോക്ടർ മിഷേൽ ന്യൂറോ സർജന്റെ കീഴിലായിരുന്നു. ഡോക്ടർ ഗൗതം, ഡോക്ടർ സുബിൻ, ഡോക്ടർ ബാബു ആൻഡ് ഡോക്ടർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. സോറി ഇഫ് ഐ മിസ്ഡ്, തെറ്റിദ്ധരിക്കരുത്. പൂജ ഉണ്ടായിരുന്നു, രഞ്ജു ഉണ്ടായിരുന്നു, കാർഡിയോളജി, ലോട്ട് ഓഫ് പീപ്പിൾ. എല്ലാവരുടെയും യുനാനിമസ് വർക്ക്. ഇതൊക്കെ ആയാലും ഞാൻ ഒരു ടീമിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ നഴ്സിംഗ്. ഞങ്ങളൊക്കെ ഓർഡേഴ്സ് പറഞ്ഞു പോകും, ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞു പോകും. പക്ഷെ എല്ലാം ചെയ്യുന്നത് അവര് രാവും പകലും ഇല്ലാതെ ഫുൾ ടൈം നോക്കിയ ഒരു ടീം. ഈ 46 ദിവസവും നോക്കിയ ഫുൾ ടൈം 24/7 നോക്കിയിരുന്ന ടീമാണ് റിനൈഡ് ICU നഴ്സ്. റൂമിലോട്ട് വന്നപ്പോഴും ICU നഴ്സുമാര് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു കെയർ ഞാൻ അവർക്ക് എനിക്കൊന്നും ഇതിന് പറയാനില്ല. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കൊടുക്കേണ്ടത്. അത് ഞാൻ പറയുന്നതിന് തന്നെ ചേച്ചി തന്നെ പറയുമായിരിക്കും. കാരണം അവരാണ് എന്നെ വിളിച്ച് പറയും ഇന്നതുണ്ടായി എവറിത്തിങ്. സോ ദാറ്റ് വാസ് ടൈംലി. അവര് നോക്കി അവർക്ക് ചേച്ചിക്ക് എന്താ ഫീഡ് വേണ്ടത്, എന്തുണ്ടോ, കാലുവേദനയാണോ കൈവേദനയാണോ, ഇതൊക്കെ അതാത് ടൈമില് നോക്കി അവർ അതേമാതിരി നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. സോ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഓൺ ടുവേർഡ് ജേർണി, നമ്മൾ ഈ റൂമിലോട്ട് എനിക്ക് തോന്നുന്ന ഒരു 15 ഡേയ്സ് ആകുമ്പോഴേക്കും 12 to 14 ഡേയ്സ് റൂമിലോട്ട് മാറ്റി. റൂമിൽ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ആയിരുന്നു. നമ്മൾ ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത് ആ ലെവലിലോട്ട് ഓക്യുപേഷൻ വൈസ് നമ്മളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ടായിരുന്നു, പിന്നെ സ്പീച്ച് തെറാപ്പി, പിന്നെ ഫീഡിങ്. ഒരു വെന്റിലേഷനൊക്കെ മാറിക്കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴും 3 ട്യൂബ് ഉണ്ടായിരുന്നു. ഒന്ന് വായക്കൂടി മൂക്കിക്കൂടി ഒരു ട്യൂബ് ഉണ്ടായിരുന്നു, ഒന്ന് യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കോഴ്സ് ഓഫ് ലൈക്ക് നമ്മളുടെ ഓരോരോ ഘട്ടമായിട്ട് നമ്മളിതെല്ലാം മാറ്റി. അങ്ങനെ ആയിരുന്നു ഓരോ ഘട്ടത്തിലും നമ്മുടെ ഇന്റർവെൻഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഒരു വൈറലായ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ചേച്ചി നമുക്കൊന്ന് നടക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്, അത് ഡോക്ടർ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞാൽ എന്നാ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ. അത് പിന്നെ അത് നടന്നപ്പോ തന്നെ അതൊരു വൈറലായത്. ബട്ട് ദെൻ ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. പിന്നെ പതുക്കെ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോഴും നട്ടലിനൊക്കെ ചെറിയ പൊട്ടലുകൾ ഉണ്ട്. അപ്പൊ അതുള്ളത് കൊണ്ട് അത് അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ടില്ല, അവിടെ കട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സമയമെടുത്ത് ഹീൽ ചെയ്യുന്നതാണ്. അതിന് വേറെ ഇന്റർവെൻഷനോ വേറെ ട്രീറ്റ്മെന്റ് വേറെ ഒന്നും വേണ്ടത്, റെസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ അത് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ആ ഒരു റിക്വസ്റ്റ് ആണ് വീട്ടിൽ പോയിട്ട്. എന്നോടിപ്പോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ പറഞ്ഞു ഇച്ചിരി തലച്ചിട്ടുണ്ട്, ശ്വാസം മുട്ട് ഇന്ന് രാവിലെ വന്ന് ഒരുപാട് ഗസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ. ആൻഡ് ഉമ്മച്ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, സംസാരിക്കാൻ നിന്നാൽ വരുന്നവരെക്കാളും ഇത്തിരി കൂടുതൽ നമ്മൾ സംസാരിക്കും. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തിരി സംസാരം കുറച്ചിട്ട്, കാരണം ഇന്ന് കുറെ എക്സേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ.
ഓക്കെ. പക്ഷെ അപ്പൊ ഇത്തിരി സന്ദർശകരായാലും ഇത്തിരി കുറച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ആ ഒരു ഹീലിംഗ്, വെർട്ടിബ്രൽ ഹീലിംഗ്, മൾട്ടിപ്പിൾ ലെവലിൽ ഉള്ള ഫ്രാക്ചേഴ്സ് ഉണ്ട്. അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം തന്നെ എടുക്കും. അതിനാണ് നമ്മൾ 1 മാസമെങ്കിലും റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ആയുർവേദം പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് പോയിട്ട് ആയുർവേദത്തിലേക്ക് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടിയിൽ തിരിയുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. അപ്പൊ ന്യൂറോസർജൻ ഞങ്ങൾ ഡോക്ടർ ടീമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വി ഷുഡ് ബി ലിറ്റിൽ കെയർഫുൾ. അത് അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഒഴിച്ചിലൊന്നും ഇല്ലെങ്കിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഇപ്പൊ എത്ര നന്നായിട്ട് ആ വെർട്ടിബ്ര നോക്കുന്നോ, ഫ്യൂച്ചർ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടുവേദന ഉണ്ടാവാതിരിക്കണമെങ്കിൽ. അപ്പൊ ഇപ്പൊ നന്നായിട്ട് നമ്മൾ കെയർ എടുക്കുക. കെയർ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാതെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര ജേർണി ആയിരുന്നു. ഒരു സ്ട്രെസ്ഫുൾ ഡേയ്സ് ആയിരുന്നു ഫസ്റ്റ് കുറച്ച്. പിന്നെ ആള് ബെറ്റർ ആയപ്പോ പിന്നെ അങ്ങോട്ട് ആ ഒരു മൂവ്മെന്റിലോട്ട് പോയി. എന്തായാലും എല്ലാവരുടെയും സഹകരണത്തോടെയും ആയിരുന്നു ഈ ഒരു ജേർണി. ഒരു വല്ലാത്തൊരു ജേർണി ആയിരുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ ഉമ്മച്ചേച്ചിനെ കാണേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അത്ഭുത രക്ഷപ്പെടൽ, ഞാൻ ഇപ്പോഴും അത് തന്നെ പറയാം, ഇറ്റ് ഇസ് എ മിറക്കിൾ, ഗോഡ്സ് ഓൺ ഹാൻഡ്. ആ വീഴ്ചയിൽ അവിടെ ഒരു ഹാൻഡ് ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ രീതിയിലായിരുന്നായിരിക്കാം. ബിക്കോസ് ആ ഒരു ടച്ച്, ആ മിറാക്കുലസ് ടച്ച് വാസ് ദെയർ ഫോർ ഹർ. ആൻഡ് ഷീ, ഒരു കാര്യം പറയാൻ, ഷീ വാസ് എ വെരി ബോൾഡ് പോസിറ്റീവ് ലേഡിയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തെ കുറച്ച് ഐസിയിലുള്ള ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്തിനും ചിരിച്ചുകൊണ്ട് ഷീ വാസ് പോസിറ്റീവ്. ഞാൻ റെഡിയാണ് നടക്കാൻ പറഞ്ഞാൽ യെസ് ഐ എം റെഡി ടു വാക്ക്. എന്തിനും റെഡി ആയിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതൊരു റിക്കവറിയുടെ ഒരു എക്സലന്റ് ഫേസ് ആയിരുന്നു പെട്ടെന്ന് പുറത്തോട്ട് വരാനായിട്ട്. സോ എനിവേ, ഐ വിഷ് ഹർ വെരി ഗുഡ് ഹെൽത്ത്. ഒരു 1.5-2 മാസം കൂടി റെസ്റ്റ് എടുത്തിട്ടൊക്കെ തന്നെ അസംബ്ലിയിൽ പോവാം. ഞാനത് തന്നെ പറഞ്ഞത്, ധൃതി പിടിക്കേണ്ട. ബിക്കോസ് ഇപ്പൊ എത്ര നന്നായിട്ട് നോക്കിയാൽ നമുക്ക് ഫ്യൂച്ചർ നന്നായിട്ട് ഒരുപാട് ജേർണി പോകാനുള്ളത്. വർഷങ്ങളോളം MLA-യും മന്ത്രിയും ഒക്കെ ആയിട്ട് നമുക്ക് കാണേണ്ട ഒരാളാണ്. അപ്പോ ഒരു ലോങ് ജേർണി ഉള്ള ഒരാളാണ്. അത് നമ്മുടെ ഇവിടുത്തെ MLA ആണ്. സോ യു ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഹർ. ഓക്കെ, ഐ വിഷ് ഹർ ദ ബെസ്റ്റ് ഫ്രം ഓൾ ഓഫ് Renai Medicine. Thank you. Thank you, sir, for that lovely address. We have a beautiful cake here for Uma ma'am. May I request the care team to join Uma ma'am for a cake cutting? Just wait for a moment. അല്ലാതെ വെക്കരുത്, ഇത് കഴിഞ്ഞു ചേച്ചിയും ഇവര് സംസാരിച്ചു. May I now request Honorable MLA Srimati Uma Thomas ma'am to speak a few words. കളക്ടർ കഴിഞ്ഞു, കളക്ടറും ഷിയാസും കഴിഞ്ഞു. May I now request our District Collector Shri NSK Umesh IAS to please share a few words and extend felicitation. Priyavada Thomas ma'am, Shri Shias, Dr. Krishna, Dr. Krishnadas, all your dear Renai City family members, media, dear friends. വളരെ സന്തോഷമുണ്ട് നടത്തുന്നതിന്റെ കാണുന്നത്. 29th December എനിക്ക് ഇപ്പോഴും ഈവനിങ് ഓർമ്മയുണ്ട്. അദാലത്ത് മാഡം അടുത്ത ദിവസം പങ്കെടുക്കാനുള്ളത് അദാലത്ത്. ഞങ്ങൾ അതിന്റെ ഹാൾ അറേഞ്ച്മെന്റിലായിരുന്നു. അപ്പോ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു. He was the first to call. മുഖ്യമന്ത്രി ന്യൂസ് കണ്ടിട്ട് his voice was so worried. എന്തായി എന്ത് സംഭവിച്ചു? അപ്പോഴാണ് എല്ലാ കോൾസും വരാൻ തുടങ്ങി ഇമ്മീഡിയറ്റ്ലി. രാജീവ് മിനിസ്റ്റർ, ഹൈബി, എല്ലാവരും പാനിക് ആയിരുന്നു. വാട്ട് ഹാപ്പൻ ടു യു? അത് വിഷ്വൽസ് ന്യൂസിലൊക്കെ കാണുമ്പോൾ എത്ര ഹൈറ്റിംഗ് പറയുമ്പോൾ. So 3 reasons I could സംസാരിക്കുന്നു. I don't want to strain her, I don't want to waste her time. The 3 reasons. First, of course, Renai Medicity's fantastic team. വാക്കുകളില്ല. From that night I was seeing 29th evening 7 o'clock മുതൽ 6. I was there. ഞാൻ അപ്പം മുതൽ കൂടെ ഉണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ a professionalism, the touch, the way they took care of her, and the specific interventions which happened that night. Adu miracle nanu avar parayunnathu. Adu miracle alla, it's because of your interventions. So first of all, congratulations to Renai Medicity team. And another most important thing in the prayers of so many people. എത്ര പീപ്പിളുടെ പ്രേയേഴ്സ് ആണ് അക്രോസ് ദ സ്റ്റേറ്റ്. ഞാൻ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇട്ടപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറെ പേര് യുവർ MLA is not well, what happened, അങ്ങനെയുള്ള കുറെ മെസ്സേജസ്. സോ പല
well-wishers or prayers was also very it was so heart-touching to see the prayers and love for her. Adum definitely an important reason for her speedy recovery. And third is, of course, she is the reason. Her personality, her grit, her determination to break the odds and come out of this. So she is a strong woman. Adina oru delivana 46-47 days she's been able to come out of such a big accident and she is back in action. Rest edukkanam nanu paranjukondirikkunnu. Already ippozhane kore MLA calls ellaam cheyidukondirikkunnu. Ivide pipe pottittundu ee vishayam ee fine undu already vilichukondirikkunnu. So rest kittanam anagam as a collector rest kittiya nalladana. But her nature I know, so definitely she will in public issues ella തീർച്ചയായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കും, അത് നോ ഡൗട്ട്. പ്ലീസ് ജനങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ ആസ് എ കളക്ടർ ആൻഡ് ആസ് എ ബ്രദർ. ഇറ്റ് ഇസ് മൈ സിൻസിയർ വിഷ്. ഐ വിഷ് ഫോർ യുവർ സ്പീഡി റിക്കവറി. വി ആർ ഓൾ വിത്ത് യു. താങ്ക് യു സോ മച്ച്. Yes. Thank you, sir, for the beautiful address. May I now request DCC President Shri Mohammad Shias to please extend felicitation. ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ശ്രീമതി ഉമാ തോമസ് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇതുപോലെ സന്തോഷത്തോടുകൂടി വന്നിരിക്കുന്നത്. ചെറിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാകുന്നു. ഞാൻ ഇന്നലെ ഒന്ന് ചേച്ചിയുടെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് 2 ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാം. കാരണം പൊതുപ്രവർത്തകർ എപ്പോഴും അങ്ങനെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒന്നും ഒരു നോട്ടം ഉണ്ടാവില്ല. സ്വന്തം ശരീരത്തിലോ മനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അവരവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങുന്ന ആളുകൾ. അപ്പൊ സ്വാഭാവികമായും ഈ ഒരു വിഷമഘട്ടം ഈ 27 ദിവസം 47 ദിവസമാണ് നമ്മൾ പിന്നിട്ട് ഇതുപോലെ ആകുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാണ്. ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇറക്കമൊന്നുമില്ല. ഇറക്കം പറഞ്ഞാൽ കറക്റ്റാണ്, ഇടപെടലാണ്. കൃത്യസമയത്ത് ഡോക്ടർമാരുടെ അതെപ്പോഴും അങ്ങനെയാണ്. ദൈവത്തിന്റെ കരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. വലിയ സന്തോഷം. ഞങ്ങളെല്ലാവരും വരുമ്പോഴും ട്രെയിനിൽ വരുമ്പോ ആക്സിഡന്റ് പറ്റി വരുമ്പോഴും കേൾക്കുമ്പോ തന്നെ ആദ്യം വിശ്വാസത്തിനാണ് ആദ്യം വിളിച്ചത്. അപ്പൊ ഫോൺ എടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിച്ചു. അപ്പൊ പ്രതിപക്ഷാതാവ് വിളിക്കുന്നു, MLA മാർ MP മാർ. അപ്പൊ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു, പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. നമ്മൾ വിളിക്കുമ്പോൾ കൃത്യമായ റിപ്പോർട്ടുകൾ കൃത്യമായി തരുന്നു. ഒരു വലിയ മനസ്സും അതിനേക്കാൾ ഉപരിയായി ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും മുഴുവൻ ആളുകളുണ്ട്. പ്രത്യേകിച്ചും സെക്യൂരിറ്റീസ്. ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കൊക്കെ കുറച്ച് അല്പസ്വല്പമൊക്കെ ചെറിയൊരു ഇടിച്ചുകയറ്റമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ആശുപത്രിയിലുണ്ട്. എല്ലാവരും വന്നാൽ എല്ലാവർക്കും കയറി കാണണം, സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അവരാരും നിരുത്സാഹപ്പെടുത്തിയില്ല. എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ VIP ഹാളിലിരുത്തി എല്ലാവർക്കും ചായ കൊടുത്ത് എല്ലാവർക്കും സ്നാക്സ് കൊടുത്ത് വരുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ ട്രീറ്റ് ചെയ്താണ്. അപ്പൊ രമേശ് ചെന്നിത്തല ഒന്ന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ചേച്ചിക്ക് ഫെയർവെല് പറയാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി ഒന്നുകൂടി പറയോ? സുഖായിരിക്കണോ? ഒന്നുകൂടി മൈക്കിൽ പറയാവോ? ഡോക്ടർമാരുടെ കൃത്യമായ ഇടപെടലും ചികിത്സയും അതിനേക്കാൾ ഉപരിയായി സർക്കാരിന്റെ ഒരു ടീം വന്നു. മറ്റ് ഡോക്ടർമാരെ അപ്പൊ ഒരു റെനെ ഹോസ്പിറ്റലിലെ ഇവിടെ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല പരിചയ അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ അവരൊരു വലിയ
വിശാല മനസ്സ് കാണിച്ച് ഏത് ഡോക്ടർമാരും ആരുമായി കൊള്ളട്ടെ എല്ലാവരും വന്നാൽ ഞങ്ങൾ എല്ലാവർക്കും വരാനും അവർക്ക് അവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ അതനുസരിച്ചിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനും ചികിത്സ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു വലിയ മനസ്സും അന്ന് അവരെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വിളിക്കുന്നതാണ് കൃഷ്ണാസേട്ടൻ അത് വളരെ കൃത്യമായി എല്ലാവരോടും അത് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രാർത്ഥനയും അതിനേക്കാൾ ഉപരിയായി ഡോക്ടർമാരുടെ കൃത്യമായ ഇടപെടലും അവരുടെ ചികിത്സയും ഒരു വലിയ ദൈവാധീനവും ഉമാ തോമസിന്റെ ഈ അപകടത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇത്തരം ഒരു റിലീഫ് കിട്ടാൻ നമ്മളുടെയൊക്കെ മനസ്സിൽ തോന്നിയതിനപ്പുറത്ത് നിന്ന് പെട്ടെന്ന് തന്നെ കൃത്യമായി തിരിച്ചു വരാനും കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. കാരണം അത്തരം പൊക്കത്തിൽ നിന്നാണ് താഴേക്ക് വീണ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി കണ്ടതാണ്. ഒരു കോൺക്രീറ്റ് സ്ലാബുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതൊരു വലിയ ദൈവാധീനം കൂടിയാണ്. ആ വീഴ്ചയിൽ പലതും സംഭവിക്കായിരുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ. അപ്പൊ കൃത്യമായ സമയത്ത് തന്നെ എല്ലാം എത്തി. നമുക്ക് ഇനിയും പൊതുപ്രവർത്തകരാകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ജനങ്ങൾ എത്രത്തോളമാണ് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തന രംഗം കൂടിയാണ് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയുടെ. അത് ജനങ്ങൾ ഓരോ കാര്യത്തിനും ഈ പറയുന്നത് പോലെ ആവശ്യക്കാരന് ഒരു ഔചിത്യം ഉണ്ടാവില്ല. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും എല്ലാവരും വിളിക്കും. ഞാൻ ഇന്നലെ ഇരിക്കുമ്പോൾ തന്നെ ചേച്ചി എന്നോട് സംസാരിക്കുന്ന നിരവധി കോളുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയധികം സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത്രയധികം ആളുകൾ വിളിക്കുകയും സംസാരിക്കുകയും ഈ കാണാൻ. അപ്പൊ ഈ ദിവസം വരെ, ഇത്രയും ദിവസം വരെ ഞങ്ങൾ എല്ലാവരും ഒരാൾ പോലും റൂമിൽ കയറാനോ വന്ന് കാണാനോ ഒരു ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ മതി ഇത്രയും ദിവസം ഡോക്ടർമാരും ഇവരെല്ലാവരും എടുത്തൊരു എഫേർട്ട് മാറാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് ആ പരിസര പ്രദേശങ്ങളൊക്കെ താഴെ എല്ലാവരും വരും, സംസാരിക്കും, അല്ലെങ്കിൽ റൂമിന് പുറത്ത് സംസാരിക്കും, പോകുമെന്നുള്ളതല്ല. ഒരാൾ ബുദ്ധിമുട്ടിച്ചില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ കുറെ ദിവസം കൂടി ശ്രദ്ധിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കോൺഫിഡൻസോടു കൂടി പോകാൻ കഴിയും. ഞാനിവിടെ വരുമ്പോഴും കൃഷ്ണാസന്റെ മുഖത്ത് ടെൻഷനാണ്. ഇപ്പോഴും ടെൻഷനാണ്, ചിരിയില്ല. ഇവിടെ പ്രസംഗിക്കുമ്പോഴും ചിരിയില്ല, ടെൻഷനാണ്. പൂർവാധിക ശക്തിയോടുകൂടി ചേച്ചിയും ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും റിനൈൻ മെഡിസിൻ ചികിത്സയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, പിന്നെ അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ. നിങ്ങൾ എത്ര ദിവസമാണ് ആ സമയം മുതൽ ഈ സമയം വരെ നിങ്ങളുടെ ഒരു വലിയ പിന്തുണ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓരോ വിവരങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയത്, അതിനെയും ഒരു ബഹുമാന പുരസ്സരം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇവിടുത്തെ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും എങ്ങനെ ഒരു നന്ദി വാക്കുകൾക്ക് അപ്പുറത്താണ് ഇതെല്ലാം. നമ്മൾ പേരിന് വേണ്ടി നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഒരു നന്ദി വാക്കിനപ്പുറത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം. തീർച്ചയായും ജഗദീശ്വരൻ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് കൂടി, ജഗദീശ്വരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചേച്ചി എത്രയും പെട്ടെന്ന് കർമ്മരംഗത്ത് വളരെ സജീവമായി ഊർജ്ജസ്വലതയോടുകൂടി വരും, ഒരു സംശയവുമില്ല. അതിനൊക്കെ എല്ലാവരുടെയും പിന്തുണ, രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ നാടിന്റെ ഒരു വലിയ പിന്തുണ അതിനുണ്ടായിരുന്നു. തീർച്ചയായും ആ പിന്തുണയോടുകൂടി നമുക്ക് മുന്നോട്ട് സന്തോഷം. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് ഇസ് ഓൺലൈൻ. ഒന്ന് ഒരു മിനിറ്റ് മാഡം, ഇനി സംസാരിച്ചോളൂ മാഡം, ഇനി സംസാരിച്ചോളൂ, മൈക്കുണ്ട്. ഹലോ, നമസ്കാരം. ബഹുമാന്യ എംഎൽഎ, കേൾക്കാം. ഏറ്റവും പ്രിയങ്കരവും ബഹുമാനീയമായ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎ ശ്രീമതി ഉമാ തോമസ്, അതുപോലെ പ്രിയപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരും, വളരെ സന്തോഷമുള്ള സമയമാണ്. എനിക്ക് ബഹുമാന്യ എംഎൽഎയുടെ മുഖത്ത് ശരി കാണുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഒരുപാട് സന്തോഷവും നന്ദിയും എംഎൽഎയോടുള്ള സ്നേഹവും സന്തോഷവും ഫാമിലിയോടുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ഹോസ്പിറ്റലിനോട് പ്രത്യേകമായിട്ട് ഹോസ്പിറ്റൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ചെയ്തത്. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ ഓൾ ദ വണ്ടർഫുൾ വർക്ക് യു ഹാവ് ഡൺ. അതോടൊപ്പം പ്രിയപ്പെട്ട എംഎൽഎക്കും കുടുംബത്തിനും ഓർമ്മയിലേക്ക്
അതോടൊപ്പം ആരോഗ്യ വകുപ്പും ഒപ്പം നമ്മളുടെ എല്ലാ വിധമായിട്ടുള്ള സർവീസ് അതില് ഹോസ്പിറ്റലായിട്ടുള്ള നല്ല മത്സരം നഗരങ്ങളിലേക്ക് അറിയാം. Thank you, Minister. Thank you so much. Thank you, Madam. Please. Thank you. Okay, ma'am. Thank you. Thank you so much, sir, and thank you so much, ma'am. May I now request Honorable MLA Srimati Uma Thomas, ma'am, to speak a few words. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അപകടത്തിൽ നിന്നാണ് കരകയറി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തില് എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പറയാൻ. ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തില് ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തില് അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറെ കാക്കി ഡ്രസ്സിട്ട ലേഡീസ് അവിടെ നിൽക്കുകയും ചെയ്തപ്പോ സത്യത്തില് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഇന്ന് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയെന്ന് ചോദിച്ചപ്പോ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അപ്പൊ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോ അത് അതിലേക്ക് കൂടി വന്നോളും, ട്യൂബിൽ കൂടി കിട്ടിക്കോളും എന്നാ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ മൂത്രമൊഴിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് എന്നോട് പറയും ഇത് ഓക്സിജൻ ആണെന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിവരമില്ലേ, നമ്മൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്, നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, നമ്മൾ എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ, അറിവില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഞാൻ ആസ്ട്രോ മെഡിസിറ്റിയിൽ നിന്ന് വന്നയാളാ, എന്നോട് പറയണ്ട എന്താ വ്യത്യാസം ആസ്ട്രോയിൽ എന്ന് ചോദിച്ചപ്പോ ആസ്ട്രയിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു. സത്യത്തില് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തില് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ്. ഇന്നലെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒരു സിസ്റ്റർ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്ക് ചോദിക്കുകയും കൂടെ ചെയ്തു. അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ PT ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും. അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരിക്കുകളൊക്കെ കൊണ്ട്, ഞാൻ ചെറിയ പരിക്കെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ വന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഉണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും പൊട്ടിത്തെറിച്ചു പോയേനെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചിക്ക് തടിയുള്ളത് കൊണ്ട് നന്നായിരുന്നു. അപ്പൊ തടിയുള്ളത് കൊണ്ട് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ മിഷേൽ ഡോക്ടർ അടുത്ത ദിവസം എന്നോട് വന്ന് പറയാം, ചേച്ചി മാഡത്തിന് അറിയാമോ ഇവിടെ 4 പേരൊക്കെ ചേർന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോണ്ട് അത് കേട്ടപ്പോ തടി അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നി. ഇനിയൊരു വർഷം കൊണ്ടെങ്കിലും ഈ തടിയൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. ഞാനിത് തമാശയ്ക്ക് പറയുമ്പോൾ ചെറിയ കാര്യത്തിൽ നിന്നല്ല ഞാൻ കരകയറി വന്നിരിക്കണേ എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളെല്ലാരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എന്റെ വലുതും ഇടതും ഇരിക്കുന്ന MD ഡോക്ടറിന്റെയും അതേപോലെ MD ഇത് നയിക്കുന്ന MD കൃഷ്ണദാസിന്റെയും അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എന്റെ ഡോക്ടേഴ്സിന്റെയും ഒക്കെ വിജയമാണ്. അതുപോലെ ഡോക്ടേഴ്സ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നഴ്സസ്,
അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ടീം, അതുപോലെ തന്നെ അല്ലാത്ത സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇനി പീറ്ററേട്ടൻ ഭക്ഷണം കൊണ്ടു തരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. സത്യത്തില് ആദ്യം റെഡൈവേഴ്സിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിന്റെയും കൃഷ്ണനുണ്ണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര് കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഉറപ്പുണ്ടായി. ഒരുപാട് ഞാൻ പറയുന്നില്ല. ഇനി ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവര്, അതുപോലെ പീട്ടിയുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ്. ആ രണ്ട് കുടുംബങ്ങളും, എന്റെ കുടുംബവും അതുപോലെ പീട്ടിയുടെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം. അതുപോലെ എന്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു. ഓരോരുത്തരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു. തിരിച്ചു വരാനാകും, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള ധൈര്യം തന്നു എന്നുള്ളതൊക്കെ തന്നെ. പിന്നെ പീട്ടിയുടെ ഭാര്യ ആയതുകൊണ്ട് പീട്ടിയുടെ പൾസ് എനിക്കുണ്ട് എന്ന് തന്നെ കരുതാം. എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന്. പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസവും അതുപോലെ ആഗ്രഹവും അത് തന്നെയായിരിക്കും ഇത്രയും സ്പീഡി റിക്കവറി എനിക്കുണ്ടായത് എന്ന് വിശ്വസിക്കുകയാണ്. ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി. അതുപോലെ ഓരോരുത്തരും മീഡിയ സുഹൃത്തുക്കള് ഇത് ലൈവായിട്ട് നിർത്താനായിട്ട്, ഇത് ഇത്ര വലിയൊരു അപകടം, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പേരെടുത്ത് പറയുകയാണ്. ഓരോരുത്തർക്കും നന്ദി. ഒരുപാട് സന്തോഷം.